ഹലോ ഗെയ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് പരിശോധിക്കുന്ന കേരളത്തിലെ ഫാഷൻ ഡിസൈൻ കോഴ്സിൻ്റെ സെൻറ്ററുകളും ഡീറ്റെയിൽസുമാണ് നമുക്ക് പരിശോധിക്കാം. ആദ്യം ഗൂഗിൾ ക്രോമിൽ www.polyadmission.org/GFD എന്ന് സെർച്ച് ചെയ്യുക. ശേഷം FDGT അഡ്മിഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സൈറ്റിൻ്റെ ഹോം പേജിലെത്തി താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ മറ്റും കാര്യങ്ങൾ അറിയാം. അബൌട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. സിട്ര എന്ന സ്ഥാപനത്തിൻ്റെ കീഴിലാണ് ഈ കോഴ്സ് ഇവിടെ സംവിധാനം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ഇയറും മറ്റും നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നൽകി. അതിൽ നിന്നും 12,500 വിദ്യാർത്ഥികൾക്ക് സീറ്റ് നൽകി എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കേരളത്തിലെ 14 ജില്ലകളിലും ഇതുപോലെ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നു. പ്രത്യേകിച്ച് 2 അല്ലെങ്കിൽ 3 സ്ഥാപനങ്ങളോ അതിൽ കൂടുതലും ഉള്ളതായി ആ ഭാഗത്ത് കാണാം. അതുപോലെ തന്നെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വായിക്കാവുന്നതാണ്. പലരും റിക്വസ്റ്റ് ചെയ്തു, കഴിഞ്ഞ വീഡിയോസിൽ ചോദിക്കുകയുണ്ടായി, ഓരോ ജില്ലയിലും എവിടെയാണ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പ്ലേസ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ താഴോട്ടൊന്നുകൂടി പോയി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ശേഷം കോൺടാക്റ്റ് യൂസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് GFDയുടെ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. ബ്ലൂ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ശേഷം നിങ്ങൾക്ക് അവിടുത്തെ കോൺടാക്റ്റും മറ്റും നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താഴോട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് അവിടെ കേരളത്തിലെ ഓരോ സ്ഥാപനങ്ങളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിയർ ഹോം സ്ഥാപനം നിങ്ങൾ ചൂസ് ചെയ്യുക. അതാണ് ഞാൻ പറയുന്നത്. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. താഴോട്ട് അങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ഥാപനത്തിൻ്റെ സ്ഥലവും മറ്റും മനസ്സിലാക്കുക. ഇതിൽ 31 സ്ഥാപനങ്ങളാണ് ഗവൺമെൻറ് കീഴിലും. അതുപോലെ തന്നെ ബാക്കി സ്ഥാപനങ്ങൾ ഗവൺമെൻറ് അംഗീകാര പ്രൈവറ്റ് സ്ഥാപനങ്ങളുമാണ്. അവിടെ ഫീസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഫീസ് ഈടാക്കുന്നതായിരിക്കും. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നിങ്ങൾ അത് കമ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. ശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഓരോ സ്ഥാപനങ്ങളും നോക്കിയ ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക. താഴോട്ട് പോയി നിങ്ങൾ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കുക. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നിയർ ഹോം സ്ഥാപനം സെലക്ട് ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ അതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഓപ്ഷനിലായിട്ട് സെൻറ്ററുകൾ കൊടുക്കാനുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞതായി കേട്ടു. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 52 സ്ഥാപനങ്ങളാണ് ഓൾ കേരള ലെവലിൽ ഉള്ളത്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 1 ടൈം രജിസ്ട്രേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യേണ്ട നിയമാവലി കൃത്യമായി വായിച്ച ശേഷം മാത്രമേ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാവൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ശേഷം പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ക്വാളിഫൈ എക്സാമിനേഷൻ അതിൻ്റെ 10ാം ക്ലാസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. ശേഷം കാണാവുന്നത് നിങ്ങൾക്ക് GFD അഡ്മിഷൻ എന്ന ഭാഗത്ത് നിങ്ങൾക്കുള്ളതല്ല, സ്ഥാപന അധികാരികൾക്കുള്ളതാണ്. അതുകൊണ്ട് വിഷയമില്ല. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി ഈ ചാനലിൽ നിങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാകും. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.